ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിനകത്ത് നിന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ചന്ദ്രയാൻ 3. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ടുള്ള പോയിന്റുകളാണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പല പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യം ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറങ്ങുന്ന ആദ്യത്തെ രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയാണ്. ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഓക്കെ, അത് 4ാമത്തെ രാജ്യമാണ്. ഓക്കെ, 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തുത്തരം പറയും? 4ാമത്തെ രാജ്യമാണെന്ന് പറയണം. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന റഷ്യയാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2ാമത് അമേരിക്ക, 3ാമത് ചൈന. ഓക്കെ, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് സോവിയറ്റ് യൂണിയനും, 2ാമത്തത് അമേരിക്ക, 3ാമത്തത് ചൈന. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞല്ലോ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം പുറപ്പെട്ട വർഷം ചോദിക്കും. 2023 ജൂലൈ 14-ാം തീയതിയാണ്. 2023 ജൂലൈ 14-ാം തീയതിയാണ് ഈ പറയുന്ന ദൗത്യം എന്ത് ചെയ്തത്? പുറപ്പെട്ടത്. ഇനി ചന്ദ്രനിൽ ഇറങ്ങിയത് ചോദിക്കും. ഓഗസ്റ്റ് 23-നാണ് ഈ പേടകം എന്ത് ചെയ്തത്? ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ ഒന്നും കൂടെ ആദ്യത്തെ പോയിൻ്റ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. പിന്നെ അതുപോലെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1 സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, 2ാമത് അമേരിക്കയായിരുന്നു, 3ാമത് ചൈനയായിരുന്നു. ഓക്കെ, ഇനി ഈ പറയുന്ന ദൗത്യം പുറപ്പെട്ടത് 2023 ജൂലൈ 14-ാം തീയതിയാണ് ഈ ഒരു ദൗത്യം പുറപ്പെട്ടത്. പിന്നെ അതുപോലെ ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-ാം തീയതി. ഓക്കെ, അന്നാണ് ഈ ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങിയത്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ LVM-3M4 എന്ന് പറയുന്ന റോക്കറ്റാണ്. ഇതിൻ്റെ പഴയ പേരാണ് ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്, GSLV Mark 3. ഓക്കെ, ഈ പറയുന്ന GSLV Mark 3യുടെ പുതിയ അപ്ഡേഷനാണ് അല്ലെങ്കിൽ പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത്? LVM-3M4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തെ വഹിച്ച റോക്കറ്റ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? ഒന്നീ LVM-3 മാർക്ക് അല്ലെങ്കിൽ M4 എന്ന് പറയണം, അല്ലെങ്കിൽ GSLV Mark 3 ആണെന്ന് പറയണം. ഓക്കെ, ഏറ്റവും കൂടുതൽ പുതിയ പേരായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ, ഇനി ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, സതീഷ് ധവാൻ റിസർച്ച് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. നമുക്ക് ഹൈദരാബാദിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇത് വിക്ഷേപിച്ചത്. ഇനി ISRO ചെയർമാൻ ആരാണെന്ന് ചോദിക്കും. ISROയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിക്കും. ISROയുടെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണെന്ന് പറയണം. ഇപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ISROയുടെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണെന്ന് പറയണം. പിന്നെ അതുപോലെ VSSC ഡയറക്ടർ ആരാണെന്ന് ചോദിക്കും. അത് ഉണ്ണികൃഷ്ണൻ നായരാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ്, VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇനി മിഷൻ ഡയറക്ടറുണ്ട്, അത് മോഹനകുമാറാണ്. മിഷൻ ഡയറക്ടർ, ഈ ഒരു മിഷനെ ഡയറക്റ്റ് ചെയ്തത് മോഹൻകുമാർ എന്ന് പറയുന്ന ആളാണ്. ഇനി പ്രോജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിക്കും. വീരമുത്തുവേലാണെന്ന് പറയണം. ഓക്കെ, പ്രോജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയണം? വീരമുത്തുവേലാണെന്ന് പറയണം. പിന്നെ അതുപോലെ ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് എന്ന് ചോദിക്കും. ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കൽപ്പന എന്ന് പറയണം.
ഓക്കെ, ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടറാണ് കെ കൽപ്പന എന്ന് പറയുന്നത്. ഇനി ഡെപ്യൂട്ടി ഡയറക്ടർ ആണ് എം വനിത. ഡെപ്യൂട്ടി ഡയറക്ടർ എം വനിത. ഈ പറയുന്ന ആളുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി ISRO സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ ആരാണ് ചോദിക്കും. എം ശങ്കരനാണ്. എം ശങ്കരനാണ് ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും പറയുന്ന ആൾക്കാർ ഒരു 7-8 പേരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ തമ്മിൽ തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ്. ഈ ഡെപ്യൂട്ടി പ്രോജക്റ്റ് ഡയറക്ടറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കെ കൽപ്പനയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തയിലോട്ട് പോകാം. ഇനി അടുത്ത ആകെ 7 ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഈ ചന്ദ്രയാൻ 3-ലുള്ളത്. ഓക്കെ എടാ, അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം കൂടെ ഘടിപ്പിച്ച് വെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട 7 ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഘടിപ്പിച്ച് നമ്മൾ വിട്ടത്. അതിൽ ലാൻഡർ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ലാൻഡറിൽ 4 യന്ത്രങ്ങൾ. ഓക്കെ, ഇത് ഒരു യന്ത്രമാണ്. ഓക്കെ, ലാൻഡറിൽ 4 യന്ത്രങ്ങളുണ്ട്. റോവറിൽ 2 യന്ത്രങ്ങളുണ്ട്. പിന്നെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നതിൽ അതിൽ 1 യന്ത്രമാണ് ഉള്ളത്. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 7 എണ്ണമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മൊത്തം ദൗത്യത്തിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3900 കിലോഗ്രാമാണ്. ഓക്കെ, 3900 കിലോഗ്രാമാണ് ഇതിൻ്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത്. മൊത്തം വെയിറ്റ്. ഇനി ഇതിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ഓക്കെ, ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡർ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ലാൻഡറിൽ അതിൻ്റെ മെഷീനുകളുടെ എണ്ണം, അതിൽ ആ ലാൻഡറിന് പറയപ്പെടുന്ന പേരാണ് വിക്രം എന്ന് പറയുന്നത്. അതിൽ 1726 കിലോ ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റോവറുണ്ട്. റോവറിൻ്റെ പേരാണ് പ്രഖ്യാൻ. റോവറിൻ്റെ പേരാണ് പ്രഖ്യാൻ എന്ന് പറയും. ഈ പ്രഖ്യാൻ എന്ന് പറയുന്നത് 26 കിലോയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പ്രഖ്യാൻ്റെ വെയിറ്റ് 26 കിലോയാണ്. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് റോവറിൻ്റെ പേരെന്ത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണം? പ്രഖ്യാൻ എന്ന് പറയണം. ലാൻഡറിൻ്റെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം എന്ന് പറയണം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിൻ്റെ ഏകദേശ ചെലവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 615 കോടി രൂപയാണ് ഈ ഒരു മിഷൻ്റെ മൊത്തത്തിലുള്ള ചിലവ് എന്ന് പറയുന്നത്. ഓക്കെ എടാ, അപ്പോൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ഏകദേശം ചിലവ് എത്രയാണ്? 615 കോടിയാണ് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ സോഫ്റ്റ് ലാൻഡിങ്ങിനിടെ അവസാനത്തെ 15 മിനിറ്റിന് MS സ്വാമിനാഥൻ വിശേഷിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ഓക്കെ, അതായത് ഭീകരതയുടെ 15 മിനിറ്റുകൾ എന്നാണ്. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും കോടി 615 കോടി രൂപ മുടക്കി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പാളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ അവസാനത്തെ 15 മിനിറ്റ്, ലാൻഡ് ചെയ്യുന്ന 15 മിനിറ്റ് വളരെയധികം ക്രൂഷ്യലായിരുന്നു. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ലാൻഡിങ്ങിനെ അവസാനത്തെ 15 മിനിറ്റിന് MS സ്വാമിനാഥനെ വിശേഷിപ്പിച്ചത് ഭീകരതയുടെ 15 മിനിറ്റുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ചന്ദ്രയാൻ 3 ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയിൽ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പറയുന്ന ചന്ദ്രയാൻ 3. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതിലും എല്ലാവർക്കും ബൈ ബൈ.